നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന 2025 മാർച്ച് മാസം 29 ശനി തന്റെ മൂലക്ഷേത്രമായ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറുകയാണ്. ശനിയിലെ ഈ രാശിമാറ്റം ഓരോ കൂറുകാരെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മൾ വൃശ്ചിക കൂറുകാരുടെ ശനിമാറ്റത്തിന്റെ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങളാണ് വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും. ഇവരുടെ 4ാം ഭാവത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനിയാണ് ഇപ്പോൾ 5ാം ഭാവത്തിലേക്ക് വരുന്നത്. ശനി 4ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് കണ്ടകശനി ആയിരുന്നല്ലോ. അപ്പോൾ ഇവർ കണ്ടകശനിയുടേതായ കുറച്ച് വിഷമങ്ങൾ അനുഭവിച്ചു വരികയായിരുന്നു. നമ്മുടെ വീടിനും വാഹനത്തിനും കേടുപാടുകൾ, ബന്ധുക്കളുമായി കലഹം, ബന്ധുക്കൾക്ക് രോഗം അല്ലെങ്കിൽ ബന്ധുവിയോഗം മുതലായ ബുദ്ധിമുട്ടുകൾ വൃശ്ചികക്കൂറിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും അനുഭവിച്ചു വരികയായിരുന്നു. കൂടാതെ തൊഴിൽ തടസ്സം, തൊഴിൽ നഷ്ടം, സാമ്പത്തിക ബാധ്യതകൾ, കടം, രോഗം തുടങ്ങി ഒരു കണ്ടകശനിക്കാലത്ത് നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്ത് നിൽക്കുന്നവർക്കും ഇപ്പോൾ നല്ല ദശയും അപകാരവും നടന്നുകൊണ്ടിരിക്കുന്നവർക്കും ഈ കഴിഞ്ഞു പോകുന്ന കണ്ടകശനി വലിയ ബുദ്ധിമുട്ടുകൾ കൊടുത്തിരുന്നില്ലായിരിക്കും. എങ്കിലും ഈ കണ്ടകശനിക്കാലത്ത് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം അനിഴം നക്ഷത്രക്കാരെയും തൃക്കേട്ട നക്ഷത്രക്കാരെയും നേരിട്ടറിയാവുന്നതാണ്. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു ആശ്വാസം നൽകാൻ 5ലേക്ക് വരുന്ന ഈ ശനിക്ക് സാധിക്കുന്നു. ഇപ്പോൾ മീനം രാശിയിലേക്ക് വരുന്ന ശനി ഈ കൂറുകാർക്ക് കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സുഖാനുഭവങ്ങളും കൊണ്ടുതരുന്നതായിരിക്കും. മറ്റുള്ളവർക്കിടയിൽ നിങ്ങൾക്ക് ഒരു മാന്യതയും ഈ ശനി തരുന്നു. ദീർഘായുസ്സും സന്താന ഗുണവും നൽകുന്നതുമാണ്. ശനി ഒരു പാപഗ്രഹമാണല്ലോ. അപ്പോൾ ഈ ശനി നമ്മുടെ മനസ്സിന്റെ സ്ഥാനമായ, ബുദ്ധിയുടെ സ്ഥാനമായ, സന്താനത്തിന്റെ സ്ഥാനമായ 5ലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ദോഷഫലങ്ങളെയല്ലേ തരിക എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇവിടെ വൃശ്ചിക കൂറുകാർക്ക് ശനി 3ാം ഭാവത്തിന്റെയും 4ാം ഭാവത്തിന്റെയും അധിപനാണ്. ഈ ശനിയാണ് ഇപ്പോൾ 5ലേക്ക് വരുന്നത്. 3ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ വന്നാലും 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ വന്നാലും നല്ല ഫലങ്ങളെയായിരിക്കും തരുന്നത്. ഒരു പാപഗ്രഹം ഒരു ഭാവത്തിൽ വരുന്നത് കൊണ്ട് മാത്രം നമുക്ക് ദോഷഫലത്തെ തരണമെന്നില്ല. ആ ഗ്രഹം നമുക്ക് ആരാണ് എന്നും കൂടി നോക്കണം. എത്ര ഉഗ്രസ്വരൂപിയാണെങ്കിലും അത് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നമുക്ക് അയാളെ ഭയപ്പെടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. വൃശ്ചിക ലഗ്നക്കാർക്കോ വൃശ്ചിക കൂറിൽ ജനിച്ച വിശാഖം 4ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്കോ ശനി ജ്യോതിഷപ്രകാരം ദോഷകാരിയല്ല. പക്ഷേ ശനി വൃശ്ചികം രാശിയിൽ നിന്നാൽ അത് ആ ജാതകനെ സംബന്ധിച്ച് ദോഷകരമാണ് താനും. ഇപ്പോൾ ഇവിടെ ഈ ശനി മാറ്റം വൃശ്ചികക്കൂറുകാർക്ക് വളരെ അനുകൂലമായിരിക്കുവാനാണ് സാധ്യതകളേറെയും. ഈ ശനി നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയെ തരുന്നതാണ്. കുറച്ചു കാലമായി നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ലഭിക്കുവാൻ ഒരു തടസ്സം അനുഭവപ്പെട്ടിരുന്നുവെങ്കിൽ ആ തടസ്സങ്ങൾ ഇപ്പോൾ നീങ്ങിപ്പോകുന്നതാണ്. കുടുംബപരമായി നിങ്ങൾക്ക് ഭൂമിയോ മറ്റ് എന്തെങ്കിലും പ്രോപ്പർട്ടിയോ ലഭിക്കുവാനുണ്ടെങ്കിൽ അത് നമ്മുടെ കൈവശം എത്തിച്ചേരുവാനുള്ള ഒരു സാഹചര്യവും ഈ ശനി കൊണ്ടു തരുന്നതാണ്. ഇപ്പോൾ ദൈവീകപരമായ കാര്യങ്ങളിൽ ഇടപെടുവാനോ ദൈവീകപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മഹത് വ്യക്തികളെ കണ്ടുമുട്ടുവാനോ അവരുമായി സഹകരിക്കുവാനോ ഇടവരും. നമ്മുടെ ബുദ്ധിക്ക് ഒരു തെളിച്ചവും മികവും ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. വേണ്ടതുപോലെ തീരുമാനിച്ച് ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു മികവും ഇപ്പോൾ ലഭിക്കുന്നതാണ്. മനസ്സിനെ അനാവശ്യമായി അലട്ടിക്കൊണ്ടിരുന്ന ആശങ്കകളും ഭീതിയും ഒഴിഞ്ഞു പോവുകയും പകരം അവിടെ സമാധാനത്തിന്റെ ഒരു നേർരേഖ തെളിഞ്ഞു വരികയും ചെയ്യും. ഈശ്വരവിശ്വാസം വർദ്ധിക്കാം. അമ്മയുടെ ബന്ധുക്കളുമായും നമ്മുടെ സഹോദരങ്ങളുമായും നല്ല ഒരു സഹകരണവും സഹവർത്തിത്വവും പുലർത്തുവാനുമാകും. നമ്മുടെ മനസ്സിൽ സഹജീവികളോടും മറ്റ് ജീവജാലങ്ങളോടും ഒരു സ്നേഹവും സഹാനുഭൂതിയുമൊക്കെ തോന്നുന്ന സമയവുമായിരിക്കും ഇത്. നിങ്ങൾ പ്രായമായ ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സന്താനങ്ങളുടെ സ്നേഹവും പരിചരണവും അനുഭവിക്കുവാനും ഇടവരുന്നതാണ്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും അതിൽ നിന്നൊക്കെ കുറച്ചെങ്കിലും ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിന് വളരെയേറെ അനുകൂലമായിരിക്കും ഈ ശനിമാറ്റം. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുവാനും മുടങ്ങിപ്പോയ ബിസിനസ്സുകൾ പുനരാരംഭിക്കുവാനും പറ്റിയ സമയവുമാണിത്. ശനി 5ലാണ് വരുന്നത് എന്ന ഒരു പ്രശ്നമൊഴിച്ചാൽ ഈ കൂറുകാർക്ക് ഈ ശനിമാറ്റം ഗുണകരം എന്ന് തന്നെ പറയാം. എന്നാൽ ഇവർക്ക് പ്രശ്നമായി തീരാൻ പോകുന്നത് 2025 മെയ് മാസം 14-ാം തീയതി
ഇവരുടെ അഷ്ടമത്തിലേക്ക് വരുന്ന വ്യാഴമാണ്. വ്യാഴം അഷ്ടമത്തിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടാൽ മതിയാകുന്നതാണ്. ഇപ്പോൾ കുറച്ച് മാസങ്ങൾ എന്തുകൊണ്ടും നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ ശനിമാറ്റം വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങളായ വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നിവർക്ക് നൽകാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.